ഓക്കെ. നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ കളിക്ക് സ്കൂൾ ലെവലായ സബ് ജൂനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ത്രോ എറിയണത് തെറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ റഫറിമാരെല്ലാതും ഫൗളും വിളിക്കുന്നുണ്ടാവും. ഞാൻ വിചാരിച്ച് ഇതിനിപ്പോൾ എല്ലാവരും കൂടി ഫൗൾ വിളിക്കണം. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വളരെ കറക്റ്റുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടികൾ ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒന്നുകൂടി വലുതാവുമ്പോൾ ഈ തെറ്റ് ചെയ്യാതിരിക്കും. മറ്റേത് നമ്മൾ കോളേജിലൊക്കെ എത്തി കുറച്ചുകൂടി മുതിർന്ന് 10-17 നല്ല കളിക്കാനൊക്കെ പോയിട്ട് ഫൗൾ ത്രോ എറിയാന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ മോശപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ത്രോ എറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ അക്കാദമിയിലാണെങ്കിലും കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ത്രോ എറിയുമ്പോൾ നമ്മൾ ഈ കാല് പൊക്കിയിട്ട് ഒരിക്കലും ത്രോ എറിയരുത്. കാല് പൊക്കി ത്രോ എറിഞ്ഞ ഫൗളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ത്രോ എറിഞ്ഞാലും ഫൗളാണ്. ഇങ്ങനെ ഈ കൈ ഇവിടുന്നാണെങ്കിലും കൈ ഇതാ ഇവിടുന്ന് വരണം. അതുപോലെ തന്നെ ഈ നമ്മൾ ലോങ് ത്രോ എറിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എറിയാം. ഈ കാല് ഇങ്ങനെ പൊങ്ങിയ ഫൗളല്ല. കാലിപ്പോൾ ഇങ്ങനെ കാല് വന്ന ഫൗളല്ല. നേരെ മറിച്ച് ആ കാലിതാ ഇങ്ങനെ വന്ന ഫൗളാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇത് ഇങ്ങനെ എറിയരുത്, ഇങ്ങനെ ത്രോ എറിയരുത്, അത് ഫൗളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോഴേ കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈനിന്മേൽ ചവിട്ടി എറിഞ്ഞു, ഈ ലൈനിൽ ഇങ്ങനെ ചവിട്ടി എറിഞ്ഞു വെച്ചിട്ട് ഫൗളല്ല. ലൈനിൽ ചവിട്ടി ത്രോ എറിയുക, അത് നോ പ്രോബ്ലമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഫൗൾ ത്രോ ഒരിക്കലും എറിയാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ ത്രോ എറിയേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ത്രോ എറിയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സമയമെടുത്ത് ഫൗൾ ത്രോ ആവാതെ ഒരു ഫൗൾ ത്രോ ആവാതെ എറിയുക. ഫൗൾ ത്രോ ആവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ മോശമാണ്. ഫൗൾ ത്രോ ഉണ്ടാവരുത്, ശ്രദ്ധിക്കുക. കാലിതാ ഇങ്ങനെ പൊങ്ങാൻ പാടുള്ളൂ, കാലിങ്ങനെ പൊങ്ങരുത്. അതുപോലെ തന്നെ ചാടിയിട്ട് എറിയരുത്, ഇങ്ങനെ എറിയരുത്. പിന്നെ ഇതാ ലൈനിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എറിയരുത്, അതും ഫൗളാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.